ദേശീയപാത നിർമ്മാണം വെള്ളക്കെട്ടിൽ വലഞ്ഞ് 50ഓളം കുടുംബങ്ങൾ. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ. വെള്ളൂർ പാലത്തറയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ വലഞ്ഞ് 50ഓളം കുടുംബങ്ങൾ. പാലത്തറ ബദർ മസ്ജിദ് റോഡിലാണ് ഇരുചക്ര വാഹനയാത്ര പോലും അസാധ്യമായ നിലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ദേശീയപാത ഉയർന്നതോടെയാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ വെള്ളം കയറിയിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിരുന്നു. ഇവിടെ ഫർണിച്ചറിൻ്റെ വെള്ളം കയറി, അതേപോലെ കുറേ വീടുകളിൽ വെള്ളം കയറി. അപ്പോൾ അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആദ്യം വെള്ളം മഴ തുടങ്ങിയിട്ട് അത്രയും ദിവസമേ ആയിട്ടില്ല. ഇപ്പം പിന്നെ ഈ വെള്ളം ഇതിങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഇവിടെ തന്നെ മദ്രസ ഉണ്ട്. മദ്രസയിലെ കുട്ടികൾ ഈ വെള്ളം ചവിട്ടിയിലാണ്. ഇത് മലിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിൽ കക്കൂസിനെല്ലാം വരുന്ന വെള്ളം ഇതിലേക്കുണ്ട്. അപ്പോൾ അതേപോലത്തെ കിണറിലും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇനി അത് പിന്നെ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ രോഗങ്ങൾ വന്നിട്ട് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഇത് പുഴയിലേക്ക് വിടാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യണം. പയ്യന്നൂർ നഗരസഭയുടെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന വെള്ളൂർ പാലത്തറയിലാണ് റോഡിലെ വെള്ളക്കെട്ട് മൂലം ജനജീവിതം ദുസ്സഹമായത്. മഴ തുടങ്ങിയത് മുതൽ പാലത്തറ ബദർ മസ്ജിദ് റോഡിൽ ഒരടിയോളം ഉയരത്തിൽ വെള്ളക്കെട്ടുണ്ട്. ബദർ മസ്ജിദ്, മദ്രസ എന്നിവയ്ക്ക് പുറമെ 50ഓളം വീടുകളിലേക്ക് പോകേണ്ടതും ദുർഗന്ധം നിറഞ്ഞ ഈ വെള്ളക്കെട്ടിലൂടെ തന്നെ. ഇതിപ്പോൾ 1.5 മാസത്തോളമായി നമ്മൾ ഈ വെള്ളക്കെട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട് ഇപ്പോൾ 3ാമത്തെ വീടാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ ഇപ്പോൾ ബസ് വരണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ വരണമെങ്കിൽ നേരെ അന്നൂർ ആ റോഡ് തിരിഞ്ഞ് വന്ന് ഇവിടെ വന്നിട്ട് വേണം ഈ മഴയത്ത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ കയറ്റാൻ. എന്തിനോ ഇവിടെ ഈ വെള്ളം കെട്ടി നിന്നിട്ട് പലതരം കൊതുകിൻ്റെ ശല്യം വല്ലാതെ സ്മെല്ലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ടിലാണ്. ഇതിന് ചവിട്ടിക്കഴിഞ്ഞാൽ കാലൊക്കെ ചൊറിയും. അത്രയും വിഷമത്തിലാണ്. സൈക്കിളിൽ പോകുന്ന സ്കൂൾ കുട്ടികൾ ചെളിവെള്ളത്തിൽ വീണ അനുഭവവുമുണ്ട്. സമീപത്തെ ഫർണിച്ചർ സ്ഥാപനത്തിൽ മുൻപ് വെള്ളം കയറി നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ജമാഅത്ത് കമ്മിറ്റിയും നാട്ടുകാരും. നിലവിൽ നഗരസഭയ്ക്കും ജില്ലാ കളക്ടർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ.